KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അജീഷ്, ഈ നടുറോഡിലെ തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം അത് നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മേയറുടെ നടപടിയുമായി ബന്ധപ്പെട്ട് പരിശോധന വേണം, പോലീസ് അക്കാര്യം അന്വേഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരുന്നു. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് അജീഷ്? റീജിത്ത്, ഈ റോഡിലെ ഈ തർക്കത്തിൽ നേരത്തെ തന്നെ ഈ യദു മേയർക്കെതിരെയും MLA സച്ചിൻ ദേവിനെതിരെയും പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് MLA മറ്റൊരു അഭിഭാഷകൻ മുഖേന ബൈജു നോയൽ മുഖേന തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത്. ഈ സ്വകാര്യ ഹർജി ഫയൽ സ്വീകരിച്ച കോടതിയാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന ഈ പാളയത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ നിർദ്ദേശം നൽകിയത്. അതായത് എന്താണ് നടന്നതെന്ന് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുക എന്നൊരു നിർദ്ദേശമാണ് കന്റോൺമെന്റ് പോലീസിന് തിരുവനന്തപുരം കോടതി നൽകിയിരിക്കുന്നത്. ഈ പരിശോധന നടത്തിയ ശേഷം അതിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് മേയർക്കെതിരെയുള്ള അഭിഭാഷകന്റെ പരാതി. സച്ചിൻ ദേവിനെതിരെയുള്ള പരാതി എന്ന് പറയുമ്പോൾ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി എന്നാണ്. ഈ കേസുകളിലാണ്, ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതി കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോലീസ് ഈ കോടതി നിർദ്ദേശപ്രകാരം ഇനി പരിശോധന നടത്തി കേസ് സ്വീകരിക്കാനോ അതല്ല തള്ളാനോ സാധ്യതയുണ്ട്. ശരി, മേയർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത മുൻ മന്ത്രി HD രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രാഥമിക ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ്. HD കുമാരസ്വാമിയുടെ വസതിയിൽ നിന്നാണ് HD രേവണ്ണയെ പിടികൂടിയത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള വിവാദമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ ആയുധമായി, വലിയ രാഷ്ട്രീയ ചേരിപ്പോരായി മാറിയിരിക്കുന്ന കേസാണ്. അതിനിടയിൽ രേവണ്ണയുടെ അറസ്റ്റ്, തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ, ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ്? റീജിത്ത്, തീർച്ചയായും കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന സംഭവവികാസങ്ങളാണ് ഇന്നുണ്ടായത്. മുൻ മന്ത്രി HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക അതിക്രമ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുമ്പ് HD രേവണ്ണയെ വൈദ്യപരിശോധനക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കില്ല എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അതിനു മുമ്പ് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് പീഡനത്തിനിരയായ മൈസൂരു സ്വദേശിയായിട്ടുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു കേസ്. ആ കേസിൽ ആ ഇരയുടെ മകന്റെ പരാതിയിലാണ് അന്വേഷണ സംഘം കേസെടുത്തത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ വീട്ടുജോലിക്കാരിയായ യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി എന്ന കേസ്, അത്തരത്തിൽ രണ്ട് കേസുകളാണുള്ളത്. ഈ കേസിൽ 3 തവണ ഈ നോട്ടീസ് ഉൾപ്പെടെ, അതായത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രേവണ്ണ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീടാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചത്. അതിനുശേഷം നാടകീയമായ നീക്കങ്ങളുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ, ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് കോടതി, ബംഗളൂരിലെ കോടതി പരിഗണിച്ചിരുന്ന ആ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിൻ്റെ നിർണായകമായ നീക്കമുണ്ടായത്. ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ഹാസനിലും ഒരേ സമയത്ത് അന്വേഷണ സംഘത്തിൻ്റെ 2 സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തി. അങ്ങനെ ബംഗളൂരുവിലെ ദേവഗൌഡയുടെ വീട്ടിൽ ഈ രേവണ്ണയുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. 6 മണിയോടെ അന്വേഷണ സംഘം അവിടെ എത്തി. 6:30 കസ്റ്റഡിയിലെടുത്ത് SITയുടെ ഓഫീസിലേക്ക് എത്തിക്കുന്ന അത്തരത്തിൽ വളരെ പെട്ടെന്നുള്ള നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലെ SIT ഓഫീസിന് മുന്നിലാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് രേവണ്ണയെ വൈദ്യപരിശോധനക്കായി കൊണ്ടുപോയത്. നേരെ തിരിച്ച് ഇവിടെ തന്നെ ഈ ഓഫീസിൽ തന്നെ എത്തിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ രാത്രി
ഹാജരാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 3 ദിവസം മാത്രമാണ്. കർണാടകയിൽ NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ NDA സഖ്യം അവർ ഈ അവശേഷിക്കുന്ന 14 മണ്ഡലങ്ങളിൽ ഒരു ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കുന്നതാണ്. ഈ കേസ് എന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, ചലനമുണ്ടാക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. വലിയ രാഷ്ട്രീയാരോപണം ഇതിനകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. അത് JDSന്റെ അവസാനമാണെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ അറസ്റ്റിന് ശേഷം ഉണ്ടാവുകയും ചെയ്തത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ ഇതെന്തായാലും പ്രതിഫലിക്കും. വലിയ പ്രതിഫലനം അല്ലെങ്കിൽ കർണാടകയിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന ഒരു അറസ്റ്റും സംഭവ വികാസങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. റിജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. SIT ഓഫീസിന് മുമ്പിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നാടകീയമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. HD രേവണ്ണയെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.